പാലക്കാട്ടെ KPM റീജൻസിയിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷവും പോലീസ് പരിശോധന. പിടിച്ചെടുത്ത ഹാർഡ് ഡിസ്ക് IT വിദഗ്ധന്റെ സാന്നിധ്യത്തിൽ പോലീസ് പരിശോധിക്കുകയാണ്. വിവരങ്ങളുമായി ഇപ്പോൾ S. വിജയകുമാർ ചേരുന്നുണ്ട് പാലക്കാട് നിന്ന്. വിജയകുമാർ, ഈ ആരോപണമായി തന്നെ ഇതെല്ലാം നിൽക്കുകയാണല്ലോ. CPIM കള്ളപ്പണം ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അതിന് തെളിവ് വേണം. ട്രോളി ബാഗിലാണ് കള്ളപ്പണം എത്തിച്ചതെന്ന് പറയുന്നു. അപ്പോൾ ഈ പോലീസിന്റെ പരിശോധനയോടെ എന്തൊക്കെ കാര്യങ്ങളിൽ വ്യക്തത വരും വിജയകുമാർ? ഉന്മേഷം, അനുജ, ഈ പരിശോധന ഉച്ചയോടുകൂടി തുടങ്ങിയതാണ്. KPM റെജൻസിയിൽ ഇനി ഇപ്പോൾ ഈ പരിശോധന ഇനി ഒരു മണിക്കൂർ കൂടി പിന്നിടും എന്നാണ്, വേണ്ടിവരുമെന്നാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇവിടെ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ അടങ്ങിയ ഹാർഡ് ഡിസ്ക് പോലീസ് കോപ്പി ചെയ്ത് എടുക്കുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ പ്രോസസ്സാണ് അവിടെ നടക്കുന്നത് എന്നതാണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ സാങ്കേതിക വിദഗ്ധരുടെ സഹായവും പോലീസിന് അവിടെ കിട്ടുന്നുണ്ട്. അവരുടെ കൂടി സാന്നിധ്യത്തിലാണ് ഈ പരിശോധന നടക്കുന്നത്. ഈ ഹോട്ടലിൻ്റെ മാനേജറുടെ റൂമിലാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥരുള്ളത്. അവരിപ്പോഴും അവിടെ തുടരുകയാണ്. ഇനിയിപ്പോൾ ഉന്മേഷ് ചോദിച്ചതുപോലെ ഈ പരിശോധന കൊണ്ട് എന്തെങ്കിലും ഒരു വ്യക്തത ഈ ആരോപണ യുദ്ധത്തിൽ ഉണ്ടാകുമോ എന്നതിൽ ഈ ഘട്ടത്തിലും ഒരു വിശദീകരണം നൽകാൻ പോലീസിന് കഴിയുന്നില്ല. CPM കുറെ കൂടി കടുപ്പിച്ച് അവരുടെ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. നീല ട്രോളി ബാഗ്, അതുപോലെ തന്നെ ഈ ഫെനി നൈനാൻ എന്ന യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് ആരോപണ വിധേയനാണ് ഈ വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ. അദ്ദേഹത്തിന്റെ ഇവിടുത്തെ സാന്നിധ്യം, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ എത്തി, ഈ ഷാഫി പറമ്പിൽ ഉൾപ്പെടെ നേതാക്കൾ ഇവിടെ ഉണ്ടായിരുന്നു, ജ്യോതികുമാർ ചാമക്കാല ഉൾപ്പെടെയുള്ള നേതാക്കൾ ഉണ്ടായിരുന്നു. അതിനൊക്കെയുള്ള തെളിവ് ഈ ഹോട്ടലിലെ CCTVയിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം അത്തരം ചില ദൃശ്യങ്ങൾ ഇവർക്ക് ഇവിടെ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും കോൺഗ്രസ് നേതൃത്വം നിഷേധിക്കുന്നില്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ നിഷേധിക്കുന്നില്ല. ഈ ബാഗ് ഉണ്ടായിരുന്നു, ഈ കോൺഗ്രസ് നേതാക്കൾ ഉണ്ടായിരുന്നു, ഇവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇവിടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിംഗിൽ പങ്കെടുക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നു. അതിനുശേഷമാണ് കാന്തപുരത്തെ കാണുന്നതിന് വേണ്ടി ഇവിടെ നിന്ന് പോയത് എന്നതുവരെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ ട്രോളി ബാഗിൽ വസ്ത്രമായിരുന്നു എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു. ആ വസ്ത്രം ഹോട്ടലിലെ ബോർഡ് റൂമിലേക്ക് കൊണ്ടുവന്ന് തുറന്നു നോക്കി, അത് വീണ്ടും തിരികെ കൊണ്ടുപോയി എന്ന് പറയുന്നു. നല്ല വസ്ത്രങ്ങളൊക്കെ അതിലുണ്ടോ എന്ന് അന്വേഷിക്കാനാണ് അങ്ങനെ തുറന്നു നോക്കിയതെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. അത്രയും ഇനിയിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിശദീകരണമാണ്. CPM പറയുന്നു അത് വസ്ത്രമായിരുന്നില്ല, പണമായിരുന്നു. തെരഞ്ഞെടുപ്പ് ആവശ്യത്തിന് വേണ്ടി കൊണ്ടുവന്ന കണക്കിൽപ്പെടാത്ത പണമാണ്. അത് ഇവിടെ വെച്ചോ അല്ലെങ്കിൽ മറ്റെവിടെങ്കിലും വെച്ചോ അത് കൈകാര്യം ചെയ്തു എന്നാണ് കോൺഗ്രസ് CPMന്റെ ആരോപണം. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇത് സാധൂകരിക്കുന്ന മറ്റുള്ള എന്തെങ്കിലും വിവരങ്ങൾ, ഇത് പണമാണ് എന്ന് സാധൂകരിക്കാവുന്ന എന്തെങ്കിലും വിവരങ്ങൾ ഈ പരിശോധനയിൽ കണ്ടെത്താൻ കഴിയുമോ എന്നതാണ് വലിയ ചോദ്യം. പക്ഷേ അത്തരം ഒരു പരിശോധന, ഇപ്പം നടക്കുന്ന പരിശോധനയിൽ ഇതിന്റെ പണമാണോ എന്നതിലേക്ക് പോകുന്ന എന്തെങ്കിലും വിവരം കിട്ടുമോ എന്നറിയില്ല. നമ്മൾ കേൾക്കുന്ന സമീപത്തുള്ള ചില CCTV ദൃശ്യങ്ങൾ കൂടി ശേഖരിക്കുന്നുണ്ട് പോലീസ്, കടകളിലെയും മറ്റും. അത് ഈ പരിശോധനയിൽ ഉപകരിക്കുമെന്ന് പോലീസ് കരുതുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് എൻ്റെ വാഹനം, ഞാൻ വന്നത് ഏതോ ഒരു തമിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടിയിലാണെന്ന് ഇവിടെ ചില മീഡിയ ഗ്രൂപ്പുകളിൽ കണ്ടുവന്നു. അപ്പോൾ അത് ഒരു മുൻകൂട്ടി അത്തരം ഒരു ആരോപണം അദ്ദേഹം തന്നെ ഉന്നയിക്കുന്നു. ഇനി അതിൽ ഒരു പരിശോധന പോലീസ് നടത്തുമോ എന്ന് അറിയേണ്ടതുണ്ട്. എന്തായാലും ഈ നീല ട്രോളി എന്നത് പാലക്കാട്ടെ KPM റീജൻസി ഹോട്ടലിലെ CCTV ദൃശ്യങ്ങൾ അത് പോലീസ് പരിശോധിക്കുകയാണ്. സാങ്കേതിക വിദഗ്ധരുടെ സഹായത്തോടെ നടത്തുന്ന പരിശോധനയിൽ നിർണായകമായ എന്തെങ്കിലും സൂചനകൾ, തെളിവുകൾ ലഭിക്കുമോ എന്നത് കാത്തിരുന്ന് അല്പസമയത്തിനകം അറിയാം.